ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ബോംബെ വരെ നടത്തിയ ഒരു യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും ബോംബെയിലെ കാഴ്ചയും വിശേഷവും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാത്രയുടെ ഭാഗം എന്നാണ് ഞങ്ങളിപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. മാംഗ്ലൂരിൽ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്, മാംഗ്ലൂർ ജംഗ്ഷനും മാംഗ്ലൂർ സെൻട്രലും. മാംഗ്ലൂർ ജംഗ്ഷൻ കൊങ്കൺ റൂട്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്യാൻ പോകുന്നത് കൊങ്കൺ റൂട്ടിലൂടെയാണ്. ഈ യാത്രയിലുള്ള കാഴ്ചയൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം രാത്രി 9:30-ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. കൊങ്കൺ റൂട്ടിലെ യാത്രാവിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ് കൊങ്കൺ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വലിയൊരു സ്റ്റേഷൻ അല്ലെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. IRCTCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വെയിറ്റിംഗ് റൂം ഉണ്ട്. ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ട്രെയിൻ രാത്രി 9:30-ക്കാണ് ഇവിടെ എത്തുന്നത്. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെടാനിരിക്കുന്നത്. എഞ്ചിൻ്റെ അവിടെ നിന്ന് 5-ാമത്തെ കോച്ചാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റ് പോകണം. അവിടെയാണെങ്കിൽ ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗ് റൂമിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ട്രെയിൻ വരാറാകുമ്പോൾ അങ്ങോട്ടത്തേക്ക് പോവുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ വെയിറ്റിംഗ് റൂം, അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം. ഇത് AC ഒന്നുമല്ല, കുറച്ച് ഫാനൊക്കെ ഉണ്ട്, നിലത്തൊക്കെ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ട്രെയിനിനുള്ള സമയമൊക്കെ ആയി വരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കോച്ച് പൊസിഷൻ വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. Mangalam Lakshadweep Express from Ernakulam Junction to Nisamuddin is coming on platform number 1. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ M1 കോച്ചിലാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടുന്നത്. എഞ്ചിൻ്റെ അവിടുന്ന് 5-ാമത്തെ കോച്ചാണെന്നാണ് ലിസ്റ്റിൽ കണ്ടത്. കണ്ടില്ലേ, കൂരിരുട്ടാണ് ഇവിടെ, ഒന്നും കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് M1 കോച്ചാണ്, 3 ടയർ AC കോച്ചാണ്. സാധാരണ 3 ടയർ ACയിൽ യാത്ര ചെയ്തിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത് കുറച്ചുകൂടെ വൃത്തിയുള്ളൊരു കോച്ച് പോലെ തോന്നി. സീറ്റൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. സാധാരണ കീറിയതും പൊട്ടിയതും പെയിൻറ്റ് പോയതും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എറണാകുളത്തു നിന്ന് വിട്ട ട്രെയിനാണല്ലോ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത ബെഡ്ഷീറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ജീവനക്കാരെ ഒന്നും കണ്ടില്ല. ഞങ്ങൾക്ക് പാക്കറ്റിലുള്ള ബെഡ്ഷീറ്റ് ഞങ്ങളുടെ ബെർത്തിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ബ്ലാങ്കറ്റ് പിന്നെ കഴുകാറില്ലല്ലോ, 3 മാസത്തിലൊരിക്കലാണല്ലോ കഴുകുന്നത്. ഞങ്ങൾ കയറിയതിന് ശേഷം അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറിയവർക്കൊക്കെ ബെഡ്ഷീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പനവേലിലെത്തി. ഉച്ചയ്ക്ക് 12:30-ക്ക് വരേണ്ട ട്രെയിന് 1 മണിക്കാണ് എത്തിയത്. കുറച്ച് ലേറ്റായി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കർജിത്തിലേക്കാണ് പോകേണ്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കർജിത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുടെ ട്രെയിൻ വന്നത്. ഇവിടെ കണ്ടില്ലേ, റോഡിൻ്റെ പണിയാണോ അതോ ഇനി മെട്രോ ട്രെയിനിന് വേണ്ടിയിട്ടുള്ളത് വല്ലതാണോ എന്നറിയില്ല. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി ഈ പനവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഈ എസ്കലേറ്റർ വഴി കയറി വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ 6-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരാതെ തന്നെ നമുക്ക് എസ്കലേറ്ററിൽ നിന്ന് ഓവർ ബ്രിഡ്ജിലേക്ക് കയറിയതിന് ശേഷം വെളിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത്. ഇവിടെ ഒരു സൈഡിലായിട്ട് ദീർഘദൂര ട്രെയിനുകളൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളും ട്രാക്കും ഒക്കെയാണ് ഉള്ളത്. മറ്റൊരു സൈഡിൽ ഇവിടെയായിട്ട് ലോക്കൽ ട്രെയിനുകളൊക്കെ വരുന്ന പ്ലാറ്റ്ഫോമും ട്രാക്കും ഒക്കെയാണ് ഉള്ളത്. മറു സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട്. മാംഗ്ലൂരിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും വലിയ ചൂടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓട്ടോ കിട്ടാനായിട്ട് 1 മിനിറ്റ് ഒന്ന് വെളിയിലേക്ക് നടക്കണം. സ്റ്റേഷൻ്റെ ഏറ്റവും അടുത്തായിട്ട് ഓട്ടോ കിട്ടുന്നില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ പോവുകയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായിട്ട്. കപ്പ ഹോട്ടലിലാണ് ഞങ്ങളെ ഓട്ടോക്കാരൻ കൊണ്ടുവന്നത്. 40 രൂപ പോയിൻ്റാണ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന്. ഇത് മലയാളി ഹോട്ടലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണവും ഈ ഒരു കപ്പ ഹോട്ടലിൽ കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ബട്ടർ ചിക്കനുമാണ്. ബട്ടർ ചിക്കൻ കഴിച്ചിട്ടും കണ്ടിട്ടും എനിക്ക് ബട്ടർ ചിക്കൻ പോലെയൊന്നും തോന്നിയില്ല. സാധാരണ നമ്മുടെ നാടൻ കോഴിക്കറി പോലെ തോന്നി. നല്ല എരിവുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല നിറവും ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, വിരലിലൊക്കെ നിറം പിടിച്ചിട്ട് ഇത് കുറേ കഷ്ടപ്പെട്ടു പോകാനായിട്ട്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കർജിത്തിലേക്ക് പോകാനായിട്ട് ഊബർ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നു, അതിൽ കയറി നേരെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നിടത്തേക്ക് എത്തി. ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഹോട്ടൽ റോയൽ ഗാർഡൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് റോയൽ ഗാർഡൻ മംഗൽ കാര്യാലയമുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. CBC റെസിഡൻസി. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഇന്നൊരു കല്യാണം നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജ് ഒരുക്കലൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
ഇവിടെ റൂം നമ്പർ 102 ഞങ്ങൾ താമസിച്ചത്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഡബിൾ ബെഡ് റൂമാണ്, AC റൂമാണ്. റൂമിന്റെ റെന്റ് വരുന്നത് 1900 രൂപ. എക്സ്ട്രാ ബെഡിന് 400 രൂപ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ചായ, കാപ്പി, വെള്ളം ഇതൊക്കെ ആവശ്യപ്പെട്ടാൽ അവർ റൂമിൽ എത്തിച്ചു തരും. എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. ഫുഡിനായിട്ട് അധികം ദൂരം പോകേണ്ട ആവശ്യമില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹോട്ടൽ റോയൽ ഗാർഡൻ ഉള്ളത്. അത് വെജിറ്റേറിയൻ ആണ്. അതുകൂടാതെ വേറെയും കടകളുണ്ട്. റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഇവിടെ ഇന്നൊരു വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേജ് ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ വിവാഹത്തിൻ്റെ സ്റ്റേജ് ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ വിവാഹ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെ പൂർത്തിയായി. ഒരു സൈഡിൽ നിന്ന് നല്ല ഫുഡിൻ്റെ മണം വരുന്നുണ്ട്, മറ്റൊരു സൈഡിൽ നിന്ന് നല്ല പാട്ടുകൾ കേൾക്കാം. ഇവിടെ നിന്ന് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആണുള്ളത്. ഇവിടെ ചെയറുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഫുഡ് കൗണ്ടറുകളൊക്കെ അവിടെ അവിടെയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഫുഡിൻ്റെ നല്ല മണമൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ കൊതിയൂറി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇവിടെ മറ്റൊരു രസകരമായ സംഭവം. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചക്ക കൊതിയന് ഇവിടെ ഒരു പ്ലാവ് കണ്ടു. അതിൽ നിറച്ച് ചക്ക. അതിൻ്റെ മുട്ടിൽ പോയി നിന്ന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കി വെള്ളം ഇറക്കിയിട്ട് വലിയ തിരിച്ചു വന്നു. ഈ ഗ്രൗണ്ടിൽ ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജാണ് വിവാഹത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. വധുവരന്മാരൊക്കെ വന്ന് വിവാഹ ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും തിരികെ വരാമെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ചെറിയൊരു ഗാർഡൻ പോലെയാണ് ഇവിടം കാണാനായിട്ട്. ആ കാണുന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മെയിൻ ഗേറ്റ്. ഇവിടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്റ്റേജും ഉണ്ട്. അത് ഓപ്പൺ അല്ല, കുറച്ച് കവേർഡായിട്ടാണുള്ളത്. ഇവിടെയും എന്തോ പ്രോഗ്രാമിന് വേണ്ടി റെഡിയാക്കി ഇട്ടേക്കുകയാണ്. അങ്ങനെ അധിക സമയം ആവുന്നതിന് മുന്നേ തന്നെ വിവാഹത്തിനുള്ള പെൺകുട്ടി വന്നു. പെൺകുട്ടിയുടെ കാറ് നേരെ ഗേറ്റ് കടന്നകത്തേക്ക് വന്നു. എല്ലാവരും ദേ റെഡി ആവുന്നുണ്ട്. പെൺകുട്ടി അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇവിടുത്തെ മെയിൻ ഗേറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിന് കുറുകെയായിട്ട് നമുക്ക് ഇതുപോലെ വലിയൊരു ആർച്ച് കാണാം. സൺസെറ്റ് സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു അത്. ഇതേ സമയം ഗേറ്റിന്റെ മുന്നിലായിട്ട് ചെണ്ടമേളം തുടങ്ങിയിട്ടുണ്ട്. വെള്ള നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റയിൽ വരനിരിപ്പുണ്ട്. മറ്റു പല വാഹനങ്ങളിലും ഓരോരുത്തരും വന്നിറങ്ങുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പടമൊക്കെ ഒട്ടിച്ച വണ്ടിയിലൊക്കെ ഓരോരുത്തർ വന്നിറങ്ങുന്നുണ്ട്. VIP-കളോ മറ്റോ ആയിരിക്കാം. അങ്ങനെ വരനും എത്തിയിട്ടുണ്ട്. ഇവരുടെ ആചാരപ്രകാരമുള്ള എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് വരനെയും വധുവിനെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. വധുവിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ മാല പോലെ ഒരു ചരട്, അതിൻ്റെ അറ്റത്ത് 2 പപ്പടവും ഉഴുന്നുവട പോലെ എന്തോ കണ്ടു. അതാണ് ഇവിടെ കെട്ടിത്തൂക്കി ഇട്ടിരുന്നത്. അതിപ്പോൾ വരൻ പൊട്ടിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു സമ്മാനപ്പൊതികളായിട്ടൊന്നും വരുന്നത് കണ്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ സൈഡിലായിട്ട് ടേബിൾ ഇട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. വരുന്നവരൊക്കെ അവിടെ ചെന്ന് പൈസയാണെന്ന് തോന്നുന്നു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ എഴുതിയും വെക്കുന്നത് കണ്ടു. കൊടുത്തവരുടെ പേരൊക്കെ ആയിരിക്കാം. വിവാഹ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. വരൻ സ്റ്റേജിലേക്ക് കയറി പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു തുണി വെച്ച് മറച്ചു പിടിക്കും. വധു വന്ന് നിൽക്കും. പെട്ടെന്ന് പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ കഴിഞ്ഞ് സൈഡിലായിട്ട് പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു പോയി, ഇതെന്താ സംഭവം എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് എവിടെ ചെന്നാലും വിവാഹ ചടങ്ങിൽ ഈ ഒരു കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഫുഡ് അടിക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ മഹാരാഷ്ട്രയിൽ കല്യാണം കൂടാനും ഫുഡ് അടിക്കാനും വന്നതല്ല, ഞങ്ങൾ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.